ജർമ്മൻ ചീസ് കേക്ക് സംഭവം അടിപൊളിയാണ്. റെസിപ്പി ഞാൻ താഴെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സേവ് ചെയ്ത് വെച്ചോളി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജർമ്മൻ ഫുട്ബോൾ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുകയാണോ? ഖത്തറിലെ നിരാശകൾ മറന്ന് 2026 വേൾഡ് കപ്പിൽ തങ്ങളുടെ പഴയ സിംഹാസനം തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് ഡിമാൻ ഷെഫ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കുറക്കാവോയെ 1-7 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് ജർമ്മനി തങ്ങളുടെ വരവറിയിച്ചത്. കായ് ഹാവർട്സ് ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ ഫെലിക്സ് മെച്ച, നിക്കോ സ്ലോട്ടർസെക്, ജമാൽ മുസിയാല എന്നിവരും ജർമ്മനിക്കായി ലക്ഷ്യം കണ്ടു. കൂടാതെ യുവതാരം നഥാനിയൽ ബ്രൗൺ, ഡെനീസ് ഉണ്ടാവും കൂടി ഗോൾ പട്ടിക തികച്ചതോടെ ജർമ്മൻ ഗോൾ വേട്ട പൂർത്തിയാക്കി. അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ വശ്യമായൊരു വിരുന്നാണ് അവർ അന്ന് മൈതാനത്ത് കാഴ്ചവെച്ചത്. എന്നാൽ ആദ്യ മത്സരത്തിലെ വിജയം വെറുമൊരു തുടക്കം മാത്രമാണ്. ഗ്രൂപ്പ് ഇയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെയാണ് ജർമ്മനി ഇന്ന് നേരിടാൻ പോകുന്നത്. ടൊറന്റോ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഈ മത്സരത്തിൽ വിജയിച്ചാൽ ജർമ്മനിക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാകും. ഐവറി കോസ്റ്റിനെതിരെയുള്ള ഇന്നത്തെ പോരാട്ടം ജർമ്മനിക്ക് നിർണായകമാണ്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിക്കാനും നോക്കൌട്ട് റൗണ്ടിലേക്കുള്ള വഴി കൂടുതൽ ശക്തമാക്കാനും അവർ ലക്ഷ്യമിടുന്നു. തുടർന്ന് ജൂൺ 25-ന് ഇക്വഡോറിനെതിരെയും ജർമ്മനിക്ക് മത്സരമുണ്ട്. കിരീടങ്ങൾ നേടിയവരുടെ ആത്മവിശ്വാസവും ചരിത്രം സൃഷ്ടിച്ചവരുടെ മനസ്സുറപ്പും അതാണ് ജർമ്മനി. നാഗൽസ്മാന്റെ തന്ത്രങ്ങളുമായി ഇറങ്ങുന്ന 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് 5-ാം നക്ഷത്രം തങ്ങളുടെ ജേഴ്സിയിൽ കൂട്ടിച്ചേർക്കാൻ ഈ ടൂർണമെന്റിൽ സാധിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.